മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനമാണോ നല്ലത്, അതല്ല എന്തെങ്കിലും ചൊല്ലണോ? യസ്കുത്തു എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം. മൗനം എന്ന് അതിന് അർത്ഥം വെക്കണോ വെക്കണ്ടേ? മൗനം എന്ന് അതിന് അർത്ഥം വെക്കണ്ട. കാരണം യസ്കുത്തു എന്ന് തുഹഫയിൽ പറഞ്ഞ സ്ഥലത്ത് ഷർവാനി എന്ന കിതാബ് നോക്കിയാൽ കാണാം, ഫലാ യർഫഉ സൗത ബിദിക്രിൻ വലാ ബിഖുർആൻ. മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ ദിക്ർ കൊണ്ടായാലും ഖുർആൻ കൊണ്ടായാലും അധികം ശബ്ദമുയർത്തണ്ട. സമാധാനപരമായി എന്തെങ്കിലും ദിക്ർ ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോകാം. അങ്ങനെ തന്നെ ഫിഖ്ഹിന്റെ കിതാബിൽ പറയുന്നു. അതാണ് നല്ലത്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയവും അതാണ്. മറ്റുള്ള ആശയം കൗക്കോലാട് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകാം. ഈസിയെല്ലാം പറഞ്ഞോണ്ട് നാടൻ വർത്താനം പറഞ്ഞോണ്ട് അങ്ങനെ ഒരു പറ്റാത്ത സംസാരം സംസാരിക്കുന്നതിനെ തടയുന്നത് ദിക്ർ ചൊല്ലലാണെങ്കിൽ അത് സുന്നത്താണ് എന്ന് വരെ ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ കാണാം. ജാമിഉ സഗീർ എന്ന കിതാബിൽ ഇമാം സുയൂത്ത് തങ്ങൾ ഒരു ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നു. അക്സിറു ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ജനാസന്റെ അടുത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകേണ്ട ക്രമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ സജീവമായിരിക്കണം.